ഹായ് ഫ്രണ്ട്സ്, ഞാൻ എന്നുള്ളത് കോയമ്പത്തൂരാണ്. നമ്മൾ കോയമ്പത്തൂർ പോയി കഴിഞ്ഞാൽ ഏറ്റവും ഇവിടുത്തെ പ്രശ്നം നല്ല ഭക്ഷണമാണ്. പിന്നെ ഭക്ഷണം ഉണ്ട്, ഇപ്പോൾ കുറേ ഹോട്ടലുണ്ട്. പക്ഷേ അത് വൃത്തിയുള്ള നീറ്റായിട്ടുള്ള ഒരു ഹോട്ടൽ നമ്മൾ കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷന് അടുത്തൊന്നും നമ്മൾ കാണൂല. അപ്പോൾ ഇപ്പോൾ നമ്മൾ പോകുന്ന നല്ല അടിപൊളിയായിട്ടുള്ള നല്ല വൃത്തിയുള്ള നീറ്റുള്ള വെജിറ്റേറിയൻ ഹോട്ടലാണ്. നമുക്ക് പുറത്ത് പോയി കഴിഞ്ഞാൽ കഴിക്കുന്ന ഫുഡാണ് ഏറ്റവും നല്ല എന്നാണ് തോന്നുന്നത്. ബാക്കിയെല്ലാം നല്ലതല്ല, നമുക്ക് ഒരു നീറ്റായിട്ട് വൃത്തിയായി കഴിക്കാൻ പറ്റുന്ന വെജിറ്റേറിയൻ ഫുഡായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ആര്യഭവനിലാണ് ആര്യാസ് ഹോട്ടലാണിത്. നമ്മൾ കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷൻ നേരെ ഓപ്പോസിറ്റാണ് ഈ റെസ്റ്റോറൻ്റ് ഉള്ളത്. ഞാൻ 2-3 പ്രാവശ്യമായി ഇവിടെ വരുന്നു. ഇപ്രാവശ്യം ഒന്ന് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാ പ്രാവശ്യവും ഞാൻ പൊറോട്ടയും ഇവിടുത്തെ ഒരു മസാല കറിയുണ്ട്, അതാണ് ഞാൻ മിക്കവാറും കഴിക്കാറ്. ചോറ് എനിക്ക് അത്ര ഇഷ്ടമല്ല ഇവിടുത്തെ, എന്ന് വെച്ചാൽ പൊന്നി അരിയാണ്, അതെനിക്ക് അത്ര ഇവിടുത്തെ ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ മിക്കവാറും നമ്മൾ ഈ പൊറോട്ടയാണ് ഞാൻ മിക്കവാറും കഴിക്കാറ്. ഇന്ന് ഞാൻ ഓർഡർ ചെയ്യുന്നത് വെജിറ്റബിൾ ബിരിയാണിയാണ്. എങ്ങനെ ഉണ്ടാവുമെന്ന് അറിയില്ല. ഇതൊരൊറ്റ പൊറോട്ടയാണ് കേട്ടോ, നല്ല കട്ടിയുള്ള പൊറോട്ട. അതിൻ്റെ കൂടെ തന്നെ ഒരു മസാല കറി ഉണ്ടാവും, ഒരു റൈത്ത ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ബിരിയാണി എത്തി. ഇതാണ് വെജിറ്റബിൾ ബിരിയാണി. അപ്പോൾ നമ്മൾ നാട്ടിലേക്ക് കാണുന്നതിനോടുള്ള ചെറിയ കൈമ റൈസല്ല, ബസ്മതി റൈസിലാണ് ഇതിൽ വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കിയത്. പിന്നെ റൈത്തയുണ്ട്. അപ്പോൾ നമ്മളിത് കഴിച്ചു നോക്കാം. അപ്പോൾ നമ്മൾ കുറച്ചെടുത്ത് പ്ലേറ്റിലിട്ടിട്ടുണ്ട്. ആദ്യം നമുക്ക് കഴിച്ചു നോക്കാം. മസാല അത് പൊറോട്ടനോട് കിട്ടുന്ന മസാലയാണ്. ഈ കാണുന്നത് പൊറോട്ടനോട് കിട്ടുന്ന മസാലയാണ്. പക്ഷേ നമ്മുടെ നാട്ടിലെ ഒരു ടേസ്റ്റ് നമ്മുടെ ബിരിയാണിക്ക് ഇല്ല. ബെറ്റർ പൊറോട്ടയും ഈ മസാലക്കറി തന്നെയാണ്. പക്ഷെ എന്നാൽ നമുക്ക് നീറ്റായിട്ട് വൃത്തിയായിട്ട് കഴിക്കാം. പക്ഷേ നമുക്ക് തീരെ മോശമല്ല. നമുക്കത് നമ്മുടെ നാട്ടിലൊരു ടേസ്റ്റ് വെച്ച് നമ്മളൊരു വെജിറ്റബിൾ ബിരിയാണീനെ ഒരു കമ്പയർ ചെയ്യുമ്പോൾ ഇതത്ര പോരാ. ഇതൊരു നീളം അരിയാണ്, ബസ്മതി റൈസാണ്. അപ്പോൾ അത് നമുക്കത്ര പരിചിതമല്ല. നമ്മുടെ നാട്ടിലങ്ങനെ ബസ്മതി റൈസ് ശരിക്കും ഫ്രൈഡ് റൈസിനാണ് എടുക്കുക. അപ്പോൾ ഇത് നല്ല നീളമുള്ള റൈസാണ്. ഇത് വെജിറ്റേറിയൻ ഹോട്ടലാണ്, നമ്മുടെ വെജിറ്റബിൾ ബിരിയാണിയാണ് ഇത്. പക്ഷെ എന്നാലും നമുക്ക് കഴിക്കാം. അത്ര നമ്മൾ വലിയൊരു എക്സ്പെക്റ്റേഷൻ വേണ്ട. പക്ഷേ ഇവിടുത്തെ പൊറോട്ടയും പൂരി മസാല ഇതൊക്കെ ഭയങ്കര ടേസ്റ്റാണ്, ഞാൻ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല നീറ്റാണ്. നമുക്ക് വന്നു കഴിഞ്ഞാൽ നേരെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് നേരെ കാരി പോവാം. അവിടെ കാരി പോയി നല്ല ഭക്ഷണം കഴിക്കാം. അതിൻ്റെ അപ്പുറത്ത് വേറൊരു ഹോട്ടലും കൂടി ഉണ്ട് ഇതിൻ്റെ, അതും ഇതുപോലെ തന്നെയാണ്, വെജിറ്റേറിയനാണ്. നമുക്ക് നല്ലത് വെജിറ്റേറിയൻ ഫുഡ് കഴിക്കുന്നതായിരിക്കും നല്ലത്. നമുക്ക് വയറ്റിന് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ വെജിറ്റേറിയൻ ഹോട്ടലിൽ കാര്യം. ഇതിൻ്റെ താഴെ തന്നെ നോൺ വെജ് കിട്ടുന്ന ഹോട്ടലുണ്ട്. ഇതിൻ്റെ താഴെ തന്നെ നോൺ വെജ് ഹോട്ടലാണ്. പക്ഷേ നമ്മൾ വെജിറ്റേറിയൻ ആണ്. ഞാൻ ഇതുവരെ പോയതിന് ശേഷം പോയത് വെജിറ്റേറിയൻ ഹോട്ടലിൽ വെജിറ്റേറിയൻ ഫുഡ് തന്നെയാണ് കഴിച്ചത്. ഇപ്രാവശ്യം ഒന്ന് വീഡിയോ എടുത്ത് നമ്മളെ സുഹൃത്തുക്കൾക്കെല്ലാം ഒന്ന് ഇട്ട് കാണിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ കോയമ്പത്തൂർ പോയ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ഇവിടുത്തെ താമസത്തിനാണ് ഭയങ്കര എക്സ്പെൻസ്. പിന്നെ ഫുഡും ആണ് ഇവിടുത്തെ എക്സ്പെൻസ്. പിന്നെ വരുന്നത് ഓട്ടോറിക്ഷ ചാർജ്, അങ്ങോട്ടും ഇങ്ങോട്ട് പോകുന്നത്. ഓക്കെ, ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ